എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് IPL 2026 ഏറ്റവും വൈകാരികവും ഹൃദയഭേദകവുമായ നിമിഷങ്ങൾക്കാണ്. രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു സാധാരണ ക്രിക്കറ്റ് മത്സരം മാത്രമായിരുന്നില്ല. അത് 15 വയസ്സുകാരനായ ഒരു കൊച്ചു പ്രതിഭയുടെ വലിയ സ്വപ്നങ്ങളുടെയും നിരാശയുടെയും അതിലുപരി അവന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെയും ഗർജനവേദിയായി മാറി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ തീരുമാനിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണുകൾ രാജസ്ഥാന്റെ സ്വന്തം തട്ടകത്തിൽ ആ നക്ഷത്രക്കുരുന്നായ വൈഭവ് സൂര്യവംശിയിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു. എല്ലാവരും അവനിൽ നിന്നും ഒരു വലിയ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചു. എന്നാൽ വിധി കാത്തുവെച്ചത് തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ വെറും 2 പന്തുകൾ മാത്രം നേരിട്ട വൈഭവ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സൂപ്പർ ബോളർ കൈൽ ജാമസണിന്റെ തീപ്പൊരി പാറുന്ന അതിവേഗ പന്തിനു മുന്നിൽ ക്ലീൻ ബോൾഡായി മടങ്ങിപ്പോയി. സ്കോർ ബോർഡിൽ വെറും 4 റൺസ്. ആ നിമിഷം സ്റ്റേഡിയം ആകെ ഒരു നിമിഷം ശ്മശാനമൂകമായി. 15 വയസ്സുകാരന്റെ കുരുന്നു മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ അപ്രതീക്ഷിത പ്രഹരം. സ്വന്തം കാണികൾക്ക് മുന്നിലെ ആ പരാജയം അവനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. പവലിയനിലേക്ക് ഭാരമേറിയ കാലടികളോടെ മടങ്ങും വഴി മൈതാനത്തിന്റെ മധ്യത്തിൽ വെച്ച് തന്റെ സങ്കടം നിയന്ത്രിക്കാനാവാതെ ആ കൊച്ചു പയ്യൻ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീർ കണ്ട ലോകമെമ്പാടുമുള്ള ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയമൊന്നു പിടഞ്ഞു. ആളൊഴിഞ്ഞ ഡ്രസ്സിംഗ് റൂമിലെ ഒരിരുണ്ട കോണിൽ സങ്കടം സഹിക്കാനാവാതെ തല താഴ്ത്തി നിശബ്ദനായിരുന്ന ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റും പ്രത്യേകിച്ച് ക്യാപ്റ്റൻ റിയാൻ പരാഗും മറ്റു സീനിയർ താരങ്ങളും ഒരു വലിയ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഓടിയെത്തി. അവരവനെ ചേർത്തുപിടിച്ചു, ആത്മവിശ്വാസം നൽകി, അവനിലെ പോരാളിയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. മറുവശത്ത് മൈതാനത്തെ രാജസ്ഥാൻ ബാറ്റർമാർ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. യശസ്വി ജയ്സ്വാളിന്റെ 63 റൺസിന്റെ സന്തുലിതവും എന്നാൽ തകർപ്പനുമായ ഇന്നിംഗ്സും അവസാന ഓവറുകളിൽ ഡൽഹി ബോളർമാരെ നിർദ്ദയം കടന്നാക്രമിച്ചുകൊണ്ട് വെറും 14 പന്തിൽ 47 റൺസ് അടിച്ചുകൂട്ടിയ ഡോണോവൻ ഫെറേറയുടെ ബാറ്റിംഗ് വിസ്മയവും രാജസ്ഥാൻ ടീമിനെ 2025 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചു. ഈ അതിവിശാലമായ സ്കോർ തീർച്ചയായും വൈഭവന്റെ ചുമലിലുണ്ടായിരുന്ന ഭാരം അല്പമൊന്ന് കുറഞ്ഞു എന്ന് തന്നെ പറയാം. എങ്കിലും ക്രിക്കറ്റ് അറിയുന്നവർക്കറിയാം, തന്നിലെ പോരാളിയെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള അവന്റെ ഉള്ളിലെ അഗ്നി ഇനിയും അണഞ്ഞിട്ടില്ലെന്ന്. ഇന്നിംഗ്സ് ഇടവേളയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ആ 15 വയസ്സുകാരന്റെ കണ്ണുകളിൽ പരാജയത്തിന്റെ നനവുണ്ടായിരുന്നു. എന്നാൽ വാക്കുകളിൽ ഒരു സിംഹക്കുട്ടിയുടെ അലർച്ചയുണ്ടായിരുന്നു. വിതുമ്പുന്ന സ്വരത്തിൽ അവൻ ലോകത്തോട് തന്റെ മനസ്സ് തുറന്നു. ഇന്ന് ഞാൻ വ്യക്തിപരമായി വളരെ ദുഃഖിതനാണ്. എന്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ എന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് മുന്നിൽ ടീമിന് മികച്ചൊരു തുടക്കം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. വെറും 2 പന്തുകൾ നേരിട്ട് 4 റൺസിന് പുറത്തായത് എനിക്കൊരു പേടി സ്വപ്നം പോലെയാണ്. ജാമസണിന്റെ പന്തിൽ വിക്കറ്റ് നഷ്ടപ്പെട്ട ആ നിമിഷം എന്നെ വിശ്വസിച്ച കോച്ചിനെയും ടീമിനെയും എന്നിൽ പ്രതീക്ഷയർപ്പിച്ച ലക്ഷക്കണക്കിന് ആരാധകരെയും ഞാൻ നിരാശപ്പെടുത്തി എന്ന ചിന്ത എന്നെ തളർത്തി. അതുകൊണ്ടാണ് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാതെ വന്നതും എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയതും. തുടർന്ന് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുന്ന ഒരു യഥാർത്ഥ ചാമ്പ്യന്റെ സ്വരത്തിൽ അവൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ലോകമോർക്കുക, ഇതൊരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമാണ്. ഇതൊരിക്കലും എന്റെ അവസാനമല്ല, ചരിത്രപരമായ ഒരു തിരിച്ചുവരവിന്റെ തുടക്കമാണ്. നെറ്റ്സിൽ ഞാൻ ഇനി ഇരട്ടി വിയർപ്പൊഴുക്കും. അടുത്ത തവണ ഞാൻ പൂർണ്ണ തയ്യാറെടുപ്പോടെ മൈതാനത്തിറങ്ങുമ്പോൾ ഇന്നത്തെ ഈ പരാജയത്തിനും കണ്ണുനീരിനും എന്റെ ബാറ്റ് അതിശക്തമായ ബൗണ്ടറികളിലൂടെ ചുട്ട മറുപടി നൽകും. അന്താരാഷ്ട്ര തലത്തിലെ മികച്ച ബോളർമാരെ നേരിടുന്നതിന്റെ വെല്ലുവിളി ഇന്നത്തെ ജാമിസണിന്റെ പന്ത് എന്നെ പഠിപ്പിച്ചു. എന്റെ ഫുട്വർക്കിലും സാങ്കേതികത്തിലും ഇനിയും കഠിനമായി ഞാൻ പരിശ്രമിക്കും. ഈ വിഷമഘട്ടത്തിൽ എന്നിൽ വിശ്വാസമർപ്പിച്ച് കൂടെ നിന്ന ക്യാപ്റ്റൻ റിയാൻ പരാഗിനും മാനേജ്മെന്റിനും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. വൈഭവിന്റെ ആ വാക്കുകൾ അവിടെ അവസാനിച്ചില്ല. തന്റെ ഉള്ളിലെ സങ്കടങ്ങൾക്കും പരാജയഭാരത്തിനുമിടയിൽ രാജസ്ഥാൻ റോയൽസിന്റെ മുൻ നായകനും മലയാളികളുടെ പ്രിയ താരവുമായ സഞ്ജു സാംസണെക്കുറിച്ചുള്ള സ്മരണകൾ അവൻ കണ്ണുനീരോടെ പങ്കുവച്ചപ്പോൾ അവിടെ കൂടി നിന്നവരുടെയും ഹൃദയം നിറഞ്ഞു. വിതുമ്പുന്ന സ്വരത്തിൽ എന്നാൽ തികഞ്ഞ ആരാധനയോടെ അവൻ പറഞ്ഞു, സഞ്ജുഭായി രാജസ്ഥാൻ റോയൽസിൽ നിന്ന് പടിയിറങ്ങിയ ആ നിമിഷം മുതൽ ഞങ്ങളുടെ ടീമിന്റെ യഥാർത്ഥ താളവും ഹൃദയമിടിപ്പും നിലച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഡ്രസ്സിംഗ് റൂമിലെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇന്നും വലിയൊരു ശൂന്യതയാണ്. സഞ്ജുഭായിയെ എങ്ങനെയെങ്കിലും ഈ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നേ തീരൂ. എന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ എക്കാലത്തെയും വലിയ റോൾ മോഡൽ അദ്ദേഹമാണ്. വെറുമൊരു കളിക്കാരനെന്നതിലുപരി പ്രതിസന്ധികളിൽ എങ്ങനെ ശാന്തനായി നിൽക്കണമെന്നും പരാജയങ്ങളെ എങ്ങനെ പുഞ്ചിരിയോടെ നേരിടണമെന്നും ഞാൻ പഠിച്ചത് അദ്ദേഹത്തെ നോക്കിയാണ്. ഇന്നീ വീഴ്ചയിൽ തളരാതെ നിൽക്കാൻ എനിക്ക് കരുത്തേകുന്നത് സഞ്ജുഭായ് പകർന്നു നൽകിയ ആ വിലപ്പെട്ട പാഠങ്ങളാണ്, വൈഭവ് കൂട്ടിച്ചേർത്തു. സഞ്ജു സാംസൺ എന്ന നായകന്റെ അഭാവം രാജസ്ഥാൻ ക്യാമ്പിൽ എത്രത്തോളം വലിയ വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് 15 വയസ്സുകാരനായ ഈ കൊച്ചു താരത്തിന്റെ വാക്കുകൾ അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു. സഞ്ജുവിനെ കണ്ടുപഠിച്ച ആ പഴയ പാഠങ്ങളുടെ കരുത്തിൽ വൈഭവ് സൂര്യവംശി എന്ന ഈ യുവരക്തം വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനായി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്നെയാണ് ഓരോ ആരാധകനും ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും വെറും 4 റൺസിന് പുറത്തായി മൈതാനത്തിന്റെ നടുവിൽ നിന്ന് കരഞ്ഞ ആ കൊച്ചു പയ്യൻ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ് ലോകത്തിന് നൽകിയത്. ഇന്ന്
സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ വീണത് വെറും പരാജയത്തിന്റെ കണ്ണുനീരല്ല, അത് നാളത്തെ വലിയ വിജയങ്ങളുടെ ചരിത്രം കുറിക്കാനുള്ള പ്രതികാരത്തിന്റെ മഷിയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് പോലുള്ള വമ്പൻ ടീമുകളുടെ ബോളർമാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് അവൻ വീണ്ടും ക്രീസിലെത്തുന്ന ആ നിമിഷത്തിനായി രാജസ്ഥാൻ റോയൽസ് ടീമും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരും ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയുടെ ഈ വൈകാരികവും എന്നാൽ ആവേശകരവുമായ പ്രസ്താവന എങ്ങനെ തോന്നി? വരും കാലങ്ങളിൽ അവൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വലിയ ഗ്ലോബൽ സൂപ്പർ സ്റ്റാറും റെക്കോർഡുകൾ തിരുത്തിയെഴുതുന്ന താരവുമായി മാറുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കുരുന്നു താരത്തിന്റെ നിഷ്കളങ്കതയും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും കോണിനെ സ്പർശിച്ചുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയതും സത്യസന്ധവും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വൈഭവ് കംബാക്ക് RR അല്ലെങ്കിൽ വൈഭവ് സ്റ്റോം 2026 എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുമായി പങ്കിടാൻ മറക്കരുത്. നിങ്ങളുടെ വാക്കുകളാണ് ഈ യുവതാരത്തിന്റെ യഥാർത്ഥ കരുത്ത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.